സോ ഹലോ ഗൈസ്, അവാറ് വെൽക്കം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുമുളക് ലൈറ്റ് എന്ന ഫാമിലിയുടെ ഇഷ്യൂ ആണ്. ഓക്കെ, പൊന്നൂസ് പോയി, പൊന്നൂസ് വന്നു, ബെറ്റ് തൂങ്ങി അറിഞ്ഞെന്നുള്ള വിളിച്ച വീഡിയോസ്. സോ വി റിയാക്ട് ദിസ് വീഡിയോസ്. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അയ്യോ, ഇതാര്? എന്റെ കതിരോട് കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഓക്കെ. പിന്നെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എനിക്കതില് ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളതാ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാണ് മാഡത്തിന് അറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ല. ഒന്ന് മനസ്സിലായി, അവരെ ആരും സ്വീകരിക്കാണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്താ പ്രശ്നം സാർ? ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയ റേറ്റ്. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കാണുന്ന ആൾക്കാർ ചോറാണ്, ഞാൻ എപ്പോഴും പറയുന്നത്, ചോറാണ് തിന്നുന്നത്, മഹാമണ്ടന്മാരല്ല. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്. എന്നിട്ട് എന്തായി? ഞാൻ പറഞ്ഞല്ലോ, ആരും വിമർശനങ്ങളല്ല എനിക്ക് വരുന്നത്. എനിക്ക് എന്റെ ഭർത്താവിന്റെയും ഞങ്ങളുടെ ഇത്ര നാളത്തെ ഒരുക്കം അത് മാറി കിട്ടണമെന്നായിരുന്നു. അപ്പൊ കൊള്ളുന്നത് കൊണ്ടപ്പോ സംഗതി ക്ലിയറായി. മറ്റുള്ളവർ എന്ത് ചിന്തിക്കണമെന്ന് വെച്ചിട്ടിരുന്നാൽ നമ്മൾ ഒരു രീതി ജീവിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ പറഞ്ഞില്ലേ കുറെ കഥകൾ? ഇനി ആ കഥയെ മാറും. കഥകൾ ഒരുപാടുണ്ടാകും ഇവിടെ. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഞങ്ങൾ മറ്റുള്ളവരുടെ വാക്കിന് യാതൊരു ഇതും കൊടുക്കാറില്ല. എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ തീരുമാനം ഞങ്ങളുടെ മാത്രമാണ്. ആയിക്കോട്ടെ, ഈ അന്തസ്സുള്ള കഥ കൊണ്ട് തന്നെയാണ് എന്റെ അടുത്ത്. മറ്റുള്ളവരുടെ ലൈഫല്ലല്ലോ നമ്മൾ ജീവിച്ച് തീർക്കുന്നത്, നമ്മുടെ ലൈഫല്ലേ നമ്മൾ ജീവിച്ച് തീർക്കുന്നത്. ഈ തത്വം നിർത്തും. അപ്പൊ അത് മറ്റുള്ളവർക്ക് അതിന്റെ യാതൊരു സ്ഥാനം ഞാൻ കൊടുക്കാറില്ല. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്ക. അപ്പോ അഭിനയിച്ചതാണ് അവിടെ വരുന്നത്, മുൻകൂട്ടി നിങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ കാത്തു കെട്ടി ഞാൻ ഇരിക്കില്ലേ? അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. ആക്ഷൻ. ഇവിടെ അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ഹാർട്ട് ഓപ്പറേഷൻ. സോ ഗൈസ്, ഈ വീഡിയോയിൽ പറഞ്ഞത് വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുടുംബം ഒന്നിക്കണമെന്ന് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരെ കുത്തി പറഞ്ഞ മനസ്സിലേക്ക് ഹെൽനോസ് പാർട്ടി ചെയ്യണം. ഓക്കെ, വേറെ ഒന്നല്ല, പൊന്നൂസ് ഒളിച്ചോടി അല്ലെങ്കിൽ പൊന്നൂസ് പോയ സമയത്ത് ഹെൽനോസ് പാർട്ടി പറഞ്ഞു 2 മാസം കഴിഞ്ഞ ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ അവർ തിരിച്ചു കൊണ്ടുവരുന്നത് വ്യൂസ് ആക്കും, അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡിങ് ആക്കി മാറ്റുന്ന അറിയാമായിരുന്നു ഹെൽനോസ് പാർട്ടിക്ക്. അത് എല്ലാവർക്കും അറിയാം, ബോധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ട് വന്നിട്ട് ഈ ചേച്ചിന് വീഡിയോ ഇട്ടു, അങ്ങനെ തിരിച്ച് പൊന്നൂസ് എന്റെ വീട്ടിൽ കേട്ട് തല മുട്ടടിക്കുന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹെൽനോസ് പാർട്ടി അതും വീട്ടിന് ശേഷമാണ് ചേച്ചി അങ്ങോട്ട് പോയി ബെറ്റ് വെച്ചത്. പക്ഷെ 2 മാസത്തിനുള്ളിൽ തന്നെ ചേച്ചി പൊന്നൂസിനെ തിരിച്ച് മാടി വിളിച്ച് ഉള്ളിലോട്ട് കയറ്റി. അപ്പൊ ഹെൽനോസ് പാർട്ടി പറഞ്ഞു ഞങ്ങൾ ചോറ് തന്നെയാണ് തന്നെ ചേച്ചി ബെറ്റ് വെച്ചിരുന്നല്ലോ പറഞ്ഞു. അപ്പൊ ചേച്ചി പറയാണ്ട് ഞാൻ ബെറ്റ് വെച്ചിട്ടില്ല, ഹെൽനോസ് പാർട്ടിക്ക് എന്റെ കുടുംബം നന്നാണ് ഇഷ്ടം. ഹെൽനോസ് പാർട്ടി അല്ല, പൊതുവെ എല്ലാവരും പറഞ്ഞാണ് എന്റെ കുടുംബം നല്ലതാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഹെൽനോസ് പാർട്ടി പറഞ്ഞു നിങ്ങൾ ബെറ്റൊന്നും വെക്കാണ്ട് നിങ്ങൾക്ക് എന്റെ ചേച്ചിയുടെ അമ്മേന്റെ പ്രായം ഉണ്ടായിരുന്നു. സോ അത്രയോട് കാര്യം. ഞാൻ ബെറ്റ് വെക്കുന്നു, 2 മാസം കൊണ്ട് പൊന്നൂസ് വീണ്ടും പോയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ താടി വടിച്ച് മീശ വടിച്ച് തല വളർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അടുത്ത ദിവസം കാണാം. ബൈ.